السلام عليكم ورحمة الله. كيف حالكم وش أخباركم وعساكم طيبين. أيها الأحباء المشتركين والمشاهدين، مرحبا بكم إلى دار العربية. ദാറുൽ അറബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറബികളുമായി സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അറബികളുമായി ഇടപഴകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5+2 കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് 5 കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്പർ 1, അറബികളുമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അറബികൾ നിങ്ങളുടെ ഷോപ്പിലേക്ക് വരിക, നിങ്ങളുടെ ഓഫീസിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ നിങ്ങൾ അറബികളെ കാണുക, ഈ സമയത്തൊക്കെ നിങ്ങൾ അവരോട് ഉറക്കെ സംസാരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്തിനാണെന്നല്ലേ അത് വഴിയെ പറയാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ഉറക്കെ സംസാരിക്കുക. കാരണം അവർ ഉറക്കെ സംസാരിക്കുന്ന ആളുകളാണ്. അവരുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവർ പരസ്പരം സംസാരിക്കുന്ന സമയത്ത് നല്ല ഉറക്കെയായിരിക്കും സംസാരിക്കുക. ഞാനിവിടെ വന്ന സമയത്ത് അവരുടെ സംസാരം കേട്ടിട്ട് അടി നടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റ് ഓടിപ്പോയി നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് അവരുടെ നോർമൽ സംസാരമാണ്. അവർ ദേഷ്യപ്പെടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വല്ലാത്ത ശബ്ദം, അതിനേക്കാൾ വലിയ ശബ്ദമായിരിക്കും. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഉറക്കെ സംസാരിക്കാൻ നമ്മൾ പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ നോർമലി പതുക്കെ സംസാരിക്കുന്നവരാണ്. ദേഷ്യം വരുമ്പോൾ മാത്രമാണ് ഉറക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി സംസാരിക്കുക മാത്രം ഉറക്കെ സംസാരിക്കുക. പക്ഷേ അറബികളാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിൽക്കുന്ന ആളോട് പോലും ഉറക്കെയാണ് സംസാരിക്കുക. അപ്പൊ അവരോട് സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കാൻ നമ്മൾ പ്രാപ്തരാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവരെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് സലാം പറയുക എന്നുള്ളതാണ്. ഓക്കെ, അവരാണ് നിങ്ങളോട് സലാം പറയുന്നത് എങ്കിൽ അവരോട് തിരിച്ച് നിങ്ങൾ ആ സലാം മടക്കുക. ഇപ്പൊ അസ്സലാമു അലൈക്കും എന്ന് അവർ പറയുമ്പോൾ വഅലൈക്കും അസ്സലാം എന്ന് തിരിച്ചു പറയുക. ഇനി നമ്മൾ തിരിച്ചു പറഞ്ഞില്ല എങ്കിൽ അവർ വീണ്ടും നമ്മുടെ അടുത്തൊന്ന് സലാം പറയും. എന്നിട്ടും നമ്മൾ തിരിച്ചു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്തിന് സലാം പറഞ്ഞിട്ട് തിരിച്ചു മടക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അതൊരു പരാതി പോലെ എന്ത് ചെയ്യും അവർ പറയും. അപ്പോൾ അത് അവരുടെ പാർട്ട് ഓഫ് ദിയർ കൾച്ചർ. അവർ സലാം പറഞ്ഞാൽ നമ്മൾ തിരിച്ച് അസ്സലാം മടക്കുക. വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ മതി, അവർ ഹാപ്പി ആവും. ഓക്കെ, ഇനി അവരെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അവരോട് സലാം പറയാം, അവർ തിരിച്ചും സലാം പറയുന്നതാണ്. അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അവരെ നല്ല രൂപത്തിൽ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് വെൽക്കം ചെയ്യുക? ഇപ്പൊ അവർ നിങ്ങളുടെ ഷോപ്പിലേക്കോ ഓഫീസിലേക്കോ ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവരോട് ഫദ്ദൽ എന്ന് പറയാം. ഓക്കെ, ഫദ്ദൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. പിന്നെ കടന്നു വരൂ, ഇരിക്കൂ, അല്ലെങ്കിൽ എന്ത് കാര്യം വന്നാലും പറയൂ, ചെയ്യൂ എന്നുള്ള എല്ലാ പല അർത്ഥങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും? ഫദ്ദൽ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫദ്ദൽ എന്ന് പറയാം. അവര് നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്നു, ഓഫീസിലേക്ക് വരുന്നു, സലാം പറഞ്ഞ് കടന്നു വരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? ഫദ്ദൽ എന്ന് പറയാം. ഓക്കെ, ഇനി അതോടൊപ്പം എന്ത് ചെയ്യാം? അവരോട് വിശേഷങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അവരാണ് നിങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കുന്നത്. കൈഫുൽ ഹാൽ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് സൈൻ അൽഹംദുലില്ലാ, ബിഖൈർ അൽഹംദുലില്ലാ, ത്വയ്യിബ് അൽഹംദുലില്ലാ എന്നൊക്കെ എന്ത് ചെയ്യാം? മറുപടി പറയാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവരോട് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ചോദിക്കുക കൈഫുൽ ഹാൽ എന്ന് തിരിച്ചും ചോദിക്കുക. അപ്പോൾ അവര് അതീവ സന്തുഷ്ടരാകുന്നതാണ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം, അവരെ നല്ല രൂപത്തിൽ എന്ത് ചെയ്യുക? വെൽക്കം ചെയ്യുക. ഇനി ഓഫീസിലേക്കാണ്, നിങ്ങളുടെ ക്യാബിനിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവരോട് ഇസ്തരിഹ് എന്ന് പറയാം. അതായത് അവിടെ ഇരിക്കൂ എന്ന അർത്ഥത്തിൽ. ഇജ്ലിസ് എന്നാണ് ഇരിക്കുക എന്നുള്ളതിന്, പക്ഷേ ഇസ്തരിഹ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ഒരു നല്ല ഒരു വാക്ക്. ആരെങ്കിലും കടന്നു വരുന്ന സമയത്ത് ഇസ്തരിഹ് എന്ന് പറയാം. ഫദ്ദൽ ഇസ്തരിഹ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് വെൽക്കം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക. ഇപ്പൊ അവർ വരുന്ന സമയത്ത് നമ്മൾ ഒരു വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വികാരം ഇല്ലാതെ നമ്മൾ എങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേക ഒരു മുഖഭാവം വെച്ചിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും ലൈസൻസ് ചേരാൻ, നീ എന്തെങ്കിലും ചേരാനായിട്ട് ഇരിക്കുന്നത്, നീ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു മുഖഭാവത്തോട്ടിരിക്കും, ഒരു വികാരം ഇല്ലാതെ ഇരിക്കുന്നത്, ദേഷ്യപ്പെട്ടിരിക്കുകയാണോ ചേരാൻ എന്ന് ചോദിക്കും. നീ ദേഷ്യപ്പെട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കും. ചിലപ്പോൾ അവർ ചോദിക്കും നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണേ എന്ന് ചോദിച്ചിട്ട് അവർ ആ എക്സ്പ്രഷനോട് കൂടി നമ്മളോട് ചോദിക്കും. ഓക്കെ, അപ്പൊ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ പിന്നെ സ്വീകരിക്കുക, അല്ലെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരത് ഇഷ്ടപ്പെടുന്ന കാര്യം കൂടിയാണ്. അവർ സംസാരിക്കുമ്പോഴൊക്കെ നോക്കി അവർ പുഞ്ചിരിച്ചുകൊണ്ടും അവരെ ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് വരുന്ന സമയത്ത് അവരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറയുക, പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, വിശേഷങ്ങൾ ചോദിക്കുക. ഓക്കെ, ഇത് അവർ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് യാ മുദീർ, യാ സ്വദീഖ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, പ്രധാനപ്പെട്ട വാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയാം? നമുക്ക് യാ ത്വയ്യിബ് എന്ന് വിളിക്കാം. ത്വയ്യിബ് എന്ന വാക്ക് അവരെ നമ്മൾ വിളിക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ത്വയ്യിബ്, യാ ത്വയ്യിബ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഒരു പെണ്ണിനെയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ യാ ത്വയ്യിബ എന്ന് പറയാം. യാ ത്വയ്യിബ എന്ന് പറയാം. നമ്മൾ കസ്റ്റമർ ആയിട്ട് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്താ യാ ത്വയ്യിബ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ യാ ത്വയ്യിബ് എന്ന് വിളിക്കാം. അത് നേരത്തെ നമുക്ക് അവരെ പരിചയമുണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാം, ത്വയ്യിബ്
ത്വയ്യിബ. ഇനി കുറച്ചുകൂടി അവിടെ അടുപ്പം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, യാ ഹബീബ് എന്ന് വിളിക്കാം, യാ ഹബീബ് എന്ന് വിളിക്കാം. പെണ്ണിനെ ആണെന്നുണ്ടെങ്കിൽ യാ ഹബീബ എന്ന് വിളിക്കാം. പക്ഷെ ഒരാണ് ഒരു പെണ്ണിനെ യാ ഹബീബ എന്ന് വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് വിളിക്കാതിരിക്കാൻ നല്ലത്. ഒരു പെണ്ണ് എന്ത് ചെയ്യാം, ഒരു പെണ്ണ് ആയിട്ടുള്ള ഒരു അറബിയെ ഹബീബ എന്ന് വിളിക്കാം. നമുക്ക് ഹബീബ് എന്ന ആണിനെ വിളിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഒരാണ് പെണ്ണിനെ ഹബീബ എന്ന് വിളിക്കാതിരിക്കാനാണ് കുറച്ചുകൂടി നല്ലത്. യാ ത്വയ്യിബ എന്നതായിരിക്കും കുറച്ചുകൂടി നല്ല വാക്ക്. അപ്പൊ ത്വയ്യിബ്, ത്വയ്യിബ, ഹബീബ്, ഹബീബ. പിന്നെ കുറച്ചുകൂടിയും ദറജ കൂടിയ ലെവൽ കൂടിയൊരു വാക്കാണ് ഷെയ്ഖ് എന്നുള്ളത്. യാ ഷെയ്ഖ് എന്നുള്ളത് അത് കുറച്ചുകൂടി ഒരു നിലയിലേക്കുള്ള ഒരാളെ കുറച്ചും കൂടിയും നല്ല അറിവും പക്വത ഇതൊക്കെ ഉള്ള ഒരാളെ വിളിക്കുന്ന ഒരു പേരാണ് യാ ഷെയ്ഖ് എന്നുള്ളത്. അതുപോലെ തന്നെ പെണ്ണിനെ വിളിക്കാം, യാ ഷെയ്ഖ എന്ന് വിളിക്കാം. അപ്പോ ഷെയ്ഖ് എന്നൊക്കെ പറയുമ്പോൾ അല്ലാതെ ബഹുമാനമൊക്കെ കൊടുക്കുന്ന ഒരു വിളിയാണ്. ഓക്കെ, അപ്പൊ അത് എല്ലാവരും വിളിക്കാൻ പറ്റുന്ന ഒരു വിളിയല്ല, നല്ല ബഹുമാനമൊക്കെ കൊടുക്കുന്ന ഒരാളാണ് യാ ഷെയ്ഖ് എന്ന് പറയാം. ഓക്കെ, ഷെയ്ഖ് പെണ്ണിനെ ആണെന്നുണ്ടെങ്കിൽ ഷെയ്ഖ എന്ന് വിളിക്കാം. പിന്നെ കുറച്ച് പ്രായമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, പ്രായമുള്ള ഒരു പിന്നെ നമ്മൾ പറയുന്ന ഒരു വല്യച്ഛൻ, ഒരു വല്യപ്പ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ബാബ എന്ന് പറയാം. യാ ബാബ, ഫദ്ദൽ യാ ബാബ എന്ന് പറയാം. ഫദ്ദൽ യാ ബാബ എന്ന് പറയാം. അത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിളിയാണ്, യാ ബാബ. ചിലപ്പോൾ ഒരു ഊന്നുവടിയൊക്കെ വെച്ചിട്ടായിരിക്കും അവർ വരിക, അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രയാസപ്പെട്ടൊക്കെ നടന്നു വരുന്ന ഒരു കസ്റ്റമറെ നമ്മൾ കാണുന്നെങ്കിൽ യാ ബാബ, ഫദ്ദൽ യാ ബാബ എന്നൊക്കെ പറഞ്ഞ് അവർ വെൽക്കം ചെയ്താൽ അവർക്ക് വളരെയേറെ ഇഷ്ടമാണ്. അതേപോലെ കുറച്ച് പ്രായമേറിയ ഒരു അറബി സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്ത് ചെയ്യാം, മാമ എന്ന് വിളിക്കാം. മാമ, യാ മാമ. നമ്മുടെ മലയാളത്തിലെ മാമയല്ല, ഇത് അറബിയിലെ മാമ എന്നുള്ളത്. നമ്മുടെ വല്യമ്മ അല്ലെങ്കിൽ വല്യമ്മ, വല്യമ്മച്ചി എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, അല്ലെങ്കിൽ അമ്മൂമ്മ, മുത്തശ്ശി എന്നൊക്കെ ആ ഒരു രൂപത്തിലുള്ളതാണ് യാ മാമ എന്ന് പറയാം. അതിന്റെ ഒരു മാതൃസ്നേഹത്തോട് കൂടിയുള്ള ഒരു വിളിയാണ് യാ മാമ. അപ്പോ ബാബ, മാമ. ഓക്കെ, അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇനി സ്വദീഖ്, മുദീർ എന്നതിന്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യുക, അത് മാറ്റി വെച്ചിട്ട് ഈ സ്വദീഖ് എന്നുള്ളത് ശരിക്കും അവർക്കിടയിൽ അങ്ങനെ ഉപയോഗിക്കുന്നത്, സ്വദീഖ് എന്ന കുറച്ച് ഒരു നിലവാരം കുറഞ്ഞൊരു വിളിയാണ് ശരിക്കും. പിന്നെ ഏറെ ചെങ്ങായി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലത്തെ ഒരു വിളിയാണ് സ്വദീഖ് എന്നുള്ളത്. അപ്പോൾ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇനി ത്വയ്യിബ് എന്നാക്കാം, ഹബീബ് എന്നാക്കാം. ഓക്കെ, അപ്പൊ ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് അഞ്ചാമത്തെ കാര്യം. ഇനി അവസാനത്തെ രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന്, നിങ്ങൾ അറബികളുമായി സംസാരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ അവരുടെ ഭാര്യ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പിന്നെ സ്ത്രീകൾ ആരെങ്കിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ അടുത്ത് പോയി നിൽക്കാതിരിക്കുക. ഓക്കെ, ഇതൊരു ഉപദേശം കൂടിയാണ്. കാരണം അവരുടെ അടുത്ത് പോയി നിന്നിട്ട് നമ്മൾ പിന്നെ വല്ല കൈ നീട്ട്, അവരുടെ മുമ്പിൽ കൂടെ ഒരു കൈ നീട്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യം ഗോവിന്ദ എന്ന് പറയേണ്ടി വരും. കാരണം അവരുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ആ സ്ത്രീ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് മാറിയിട്ട് ഇപ്പുറത്ത് വന്ന് ആ പുരുഷൻ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ കുറച്ച് അടുപ്പമുള്ള അറബികൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഡെയിലി കാണുന്നവരാകാം, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കസ്റ്റമേഴ്സ് ആകാം, നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ ചിരിച്ചു വർത്താനൊക്കെ പറയുന്നവരാകാം. അപ്പോൾ ചിലപ്പോൾ അവർ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ പുറകെ വന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുമല്ലോ, സുഹൃത്തുക്കളൊക്കെ കാണുമ്പോൾ ഒന്ന് സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് പുറത്ത് തട്ടുകയോ അല്ലെങ്കിൽ തോണ്ടുകയോ ചിലപ്പോൾ കണ്ണു കൊത്തുകയോ അല്ലെങ്കിൽ ഈ പള്ളക്കിട്ട് ഇങ്ങനെ കുത്തുക, ഇതൊക്കെ ഉണ്ടല്ലോ ചെറിയ ചേഷ്ടകളൊക്കെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുമായി ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ചിലപ്പോൾ ചില അറബികൾ അതൊരു പ്രശ്നക്കാരില്ല, പക്ഷെ ഭൂരിഭാഗം ആളുകൾക്ക് ഒരു ഇഷ്ടമല്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് ഈ പള്ളക്ക് ഇങ്ങനെ കുത്തുക എന്നുള്ളത്. ചിലപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കുത്തുക, ഇങ്ങനെ പിടിക്കുക, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ഒരു ടച്ച്, ഒരു സ്പർശനം അവർക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ആ നിൽക്കുന്നതിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കൂടിയില്ല, അവർ കൈ വീശണം ആദ്യം ചെയ്യുക, തിരിഞ്ഞൊരു അടിയായിരിക്കും. അത് നമ്മുടെ എവിടെയാണ് കൊള്ളുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ അറബികളുമായിട്ട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ അറബികൾ ഉള്ള സമയത്ത് നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി ശ്രദ്ധിച്ച് അറബികളുമായി ഇടപഴകുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. മാഅസ്സലാമ.